ഹായ് നമസ്കാരം മക്കളെ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വിശേഷ സുഖം തന്നെയാണ്. ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് തൈര് കൊണ്ട് ഒരു കുമ്പളങ്ങ മോര് കറി പോലെ ഉണ്ടാക്കും ചെയ്യുക. കൂർക്കളുപ്പേരിയും പപ്പടവും മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ മോര് കറി നമ്മുടെ ഷെഫ് പിള്ളേൻ്റെയാണ് കേട്ടോ. ഷെഫ് പിള്ള ഉണ്ടാക്കുന്നതാണ്, ആ മോര് കറിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൂർക്കൽ ഉണ്ടാക്കാൻ നോക്കാം. കൂർക്കൽ കഴുകി നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആകുമ്പോൾ നല്ലതാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി അതിനകത്ത് തന്നെ മെഴുക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് പിടിക്കില്ല. കടുകിട്ട് വറ്റൽമുളകിട്ട് കരിവേപ്പിലിട്ട് പിന്നെ ഞാനിട്ടത് സവാള ഞാൻ 2 വലിയ സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് കൂർക്കലിനകത്ത് സവാള ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂർക്കൾ വെന്തിട്ട് ആ സവാള കൂട്ടി ഒരു ചോറിലിങ്ങനെ ഇട്ട് കുഴച്ച് കഴിക്കും കേട്ടോ. അവർക്ക് ഇഷ്ടമാണ്, കൂർക്കലും ഇഷ്ടമാണ്. അതിനകത്ത് സവാള ഇടണം. അല്ലാണ്ട് നമ്മൾ അങ്ങനെ മറ്റേ സാധാരണ വെക്കണ പോലെ ഉമ്മമാരൊക്കെ വെക്കണ പോലെ വെച്ചാൽ അത്ര വലിയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ സവാള ഉള്ളത് കൊണ്ടും അവർക്ക് ഭയങ്കര താല്പര്യമാണ് അതിനകത്ത്. എന്നിട്ട് കൂർക്കൽ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് കുറച്ച് കൂർക്കലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ മോന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ കൂർക്കൽ വാങ്ങി വെച്ചതായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കി. അപ്പോൾ അവിടെ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടിയ കൂർക്കൽ ഞാൻ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. നമ്മുടെ ഉമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ. നമ്മുടെ മക്കൾക്ക് എന്ത് നമ്മൾ ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കി അത് എടുത്ത് വെക്കുമല്ലോ. പണ്ടത്തെ ഉമ്മമാർ ചൂടാക്കി വെക്കും. നമ്മൾ മക്കൾ ഇത്ര ദിവസം കഴിഞ്ഞാൽ വരണം, അത്ര ദിവസം വരെയല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ആ കൂർക്കൽ ഇന്നലെ രാത്രി നന്നാക്കിയിട്ട് ഇന്ന് രാവിലെ എടുത്ത് വെച്ചു കേട്ടോ. കൂർക്കലിൽ ഇങ്ങനെ ഒട്ടും വെള്ളം ഒഴിക്കില്ല കേട്ടോ. ആ ഇരുമ്പിൻ്റെ ചട്ടിയിൽ കിടന്ന് ഇങ്ങനെ വേവണം. എന്ത് രസമാണ് അങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് വെക്കുമ്പോൾ എന്നറിയാം കൂർക്കലിന്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് ദയവേത് അമർത്തണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. മറക്കരുത് കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അതിനകത്തൊരു സ്റ്റോറി പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളരിക്ക ഉണ്ടായിരുന്നേ. വെള്ളരിക്ക മോര് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനടുത്ത് കഷ്ണം വെള്ളരിക്ക ക്യൂബൈസ് കട്ട് ചെയ്തതും കഷ്ണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ചെറിയുള്ളി 2 കൂടി എടുത്തിട്ട് ചതച്ചതിനകത്തേക്ക് ഇട്ടാൽ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ ഷെഫ് പിള്ളേൻ്റെ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മോര് കറി നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്നൊരു ദിവസം എനിക്ക് കിട്ടി തൈരിലിട്ട മുളക്. തൈരിൽ നമ്മൾ മുളക് ഉണക്കില്ലേ, ആ മുളക് കിട്ടിയിട്ടോ. അപ്പോൾ അത് കൂട്ടി ആ കറിയിലൊക്കെ കുഴച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അപാര ടേസ്റ്റ്. അപ്പോൾ ആ ഷെഫ് വന്നപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഇതിനകത്ത് എന്തെങ്കിലും തൈര് മുളക്. അപ്പം പറഞ്ഞ് ഇത് ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചറാണ് ഈ കറി എന്ന് പറഞ്ഞാൽ തൈര് കൊണ്ട് കുമ്പളങ്ങ ഉണ്ടാക്കുന്ന ആ കറിയിലൊക്കെ മൂപ്പര് ഇങ്ങനെ ഇടുമെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ട് അത് കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കാം. അപ്പോൾ അതിലേക്കുള്ളത് ഞാൻ തേങ്ങ പൂണ്ടെടുത്തിരിക്കുകയാണ് വെച്ചാൽ എനിക്ക് ഇച്ചിരി നടുവേദന ഉള്ള ആളാണ്. അപ്പം ഞാൻ എന്നും വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ഞാൻ ചെറിയ ട്രെയിനറും കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ആ പെയിനും അങ്ങനെ പിടിച്ച് നിന്ന് പോണത് കേട്ടോ. പിന്നെ എന്നിട്ട് ഇത് നല്ലോണം വെന്തതിന് ശേഷം ആകെ 2-3 മിനിറ്റ് കൊണ്ട് വെള്ളരിക്ക വേവുമല്ലോ. വെന്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടാവുമല്ലോ, ഈ തേങ്ങ ഇതിനകത്തേക്ക് ഞാൻ തൈര് ഇട്ടിരുന്നു കേട്ടോ. 3 ടേബിൾ സ്പൂണ് യോഗട്ടും കൂടി ചേർത്തിട്ടാണ് അരച്ചതിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതാക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും ഈ മോരുകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് മോരുകറിയും കൂർക്കലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും അവർക്ക് വേണ്ട കേട്ടോ. മീൻ വേണ്ട, ചിക്കൻ വേണ്ട, അതൊന്നും വേണ്ട. ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ടൈപ്പാണ്. സിമ്പിളായിട്ടുള്ളത് അവർക്ക് ഇഷ്ടമാണ്. പണ്ടൊക്കെ അവർക്ക് ഇറച്ചിയും മീനും തന്നെ നിർബന്ധമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വെജിറ്റബിൾസിനോടാണ് മക്കൾക്ക് താല്പര്യം പൊതുവെ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കഥ. ഇന്ന് നമുക്ക് ഫാദേഴ്സ് ഡേ ആണല്ലേ.
ജൂൺ 21 അൽഹംദുലില്ലാ ഫാദേഴ്സ് ഡേ. നമ്മുടെ ഉപ്പായമാരെ സ്നേഹിക്കാൻ നമ്മൾക്കൊരു ഫാദേഴ്സ് ഡേയുടെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. അല്ലാണ്ട് നമ്മുടെ ഉപ്പായനെ സ്നേഹിക്കല്ല. പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾക്ക് വാപ്പന്മാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നമ്മൾ അവർ രാജകുമാരികളെ പോലെ ആയിരിക്കും നമ്മളെ വളർത്തിയിട്ടുണ്ടാവുക. അത് ദാരിദ്ര്യമുള്ള വീട്ടിലെ വാപ്പയാണെങ്കിലും സമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട വാപ്പയാണെങ്കിലും പെൺകുട്ടികളെപ്പോഴും അവർ രാജകുമാരികളെ പോലെ വളർത്തും. പക്ഷെ എൻ്റെ ഹീറോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാപ്പയാണ് എൻ്റെ ഹീറോ. എന്നുവെച്ചാൽ എൻ്റെ വാപ്പ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ ഞങ്ങളെ മക്കളെ നല്ലോണം കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാണ് എൻ്റെ വാപ്പ കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങളും അനിയത്തിക്ക് പോളിയോ പിടിച്ചിട്ടും അങ്ങനെ എൻ്റെ വാപ്പയുടെ വയറ് മുറുക്കിയിട്ടാണ് വാപ്പ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെ പട്ടിണിക്കിടാണ്ട് വാപ്പ കഷ്ടപ്പാടുകൾ സഹിച്ച് ഞങ്ങളെ വാപ്പ വളർത്തിയെടുത്തത്. ഇന്ന് എനിക്ക് എൻ്റെ വാപ്പയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡുമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമവുമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാപ്പ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോവില്ല. ആ ചോറിൻ്റെ അരി ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓഫീസിൽ നിന്ന് എല്ലാവരും ചോദിക്കും ചോറുണ്ടല്ലോ ചോദിക്കുമ്പോൾ വാപ്പ വെറുതെ പറയും ഞാൻ പുറത്ത് പോയി കഴിക്കണമെന്ന് പറയും. വാപ്പ വെറുതെ പറയുന്നതാണത്. എന്നിട്ട് പുറത്ത് പോയി കഴിക്കാതെ അതും കൂടി സേവിച്ച് വെച്ച് ഞങ്ങളെ മക്കളെ പോറ്റി വളർത്തി. റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് വീട് വെക്കാമെന്ന് പറഞ്ഞു. അവസാനം റിട്ടയർ ചെയ്യുമ്പോൾ വീടായില്ല. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ വാപ്പയോട് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഏതായാലും ലാബ് ടെക്നീഷ്യനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോവേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് പോയി. എന്നിട്ട് ഞാൻ എൻ്റെ ഉപ്പാക്ക് വീട് വെച്ച് കൊടുത്ത് എൻ്റെ ഉപ്പാൻ്റെ എല്ലാ സ്വപ്നങ്ങളും എൻ്റെ ഉപ്പാടെ എല്ലാ ഞാൻ ജനിച്ച അന്ന് മുതൽ ഞാൻ കാണുന്ന എൻ്റെ വാപ്പ 2 മണിക്ക് തഹജ്ജുദ് നമസ്കരിക്കുന്ന വാപ്പയാണ് ഞാൻ കാണാറുള്ളത്. അപ്പം ആ വാപ്പായുടെ പ്രാർത്ഥന ഞാൻ എപ്പോഴേക്കും എൻ്റെ വാപ്പ തഹജ്ജുദ് നിസ്കരിച്ചിട്ടും എൻ്റെ വാപ്പൻ്റെ പ്രാർത്ഥന നീ കേൾക്കാതെ. പക്ഷെ പ്രാർത്ഥന അല്ലാഹു കേട്ടത് എൻ്റെ വാപ്പയുടെ പ്രാർത്ഥന ഞാൻ എന്ന മകളിലൂടെ എൻ്റെ വാപ്പയുടെ സ്വപ്നം ഞാനത് സഫലീകരിച്ചു കൊടുത്തു എൻ്റെ വാപ്പാക്ക്. എൻ്റെ വാപ്പാനെ ഞാൻ പൊന്നുപോലെ നോക്കിയെടുത്ത് എൻ്റെ വാപ്പയ്ക്ക് നല്ലൊരു വീട് വെച്ച് കൊടുത്ത് എന്നിട്ടൊക്കെയാണ് അത് കഴിഞ്ഞു എൻ്റെ വീടൊക്കെ വെച്ച് വാപ്പ സുഖമായിട്ട് അതിനകത്ത് താമസിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പ വഫാത്താകുന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര 3-4 വർഷം വാപ്പ അതിനകത്ത് ജീവിച്ചു. പിന്നീടാണ് വാപ്പ വഫാത്തായത്. അപ്പോൾ ഇന്നത്തെ ഫാദേഴ്സ് ഡേക്ക് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുമ്പോൾ എൻ്റെ വാപ്പക്കും ദുആ ചെയ്യണേ.